ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്ന ലോക മീഡിയയിൽ പോകാറില്ല. എന്താ കാര്യം? അത് നമ്മളുണ്ടാക്കിയ വൃത്തികെട്ടൊരു ബന്ധമുണ്ട് മീഡിയയുമായിട്ട്. പക്ഷെ ഇപ്പോഴ് ഈ ട്രംപിനെ എതിർക്കുന്നതാണ് ബേസിക്കലി ഗ്ലോബൽ മീഡിയയുടെ ഒരു പ്ലാറ്റ്ഫോം. അവർ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വെറുക്കുന്നു. അതുണ്ടാക്കി വെച്ചതല്ല ഈ പറയുന്ന ഗവൺമെന്റ്. നേരത്തെ ഇതേ പത്രങ്ങൾ തന്നെയാണ് ഇന്ത്യൻ ഗവൺമെന്റിനെ ഏറ്റവും വലിയ സംഭവമാക്കി മാറ്റി മോദിയെ സ്റ്റാർ ആക്കിയത്. അവർ തന്നെയാണ് ഇപ്പം മോദിയെ താഴ്ത്തി കെട്ടുന്നത്. ഈ ചൈനീസ് വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പുടിനെ പോയി കണ്ടത് ഗ്ലോബൽ മീഡിയ വളരെ മോശമായിട്ടാണ് മോദിക്കെതിരെ ഒപ്പീനിയൻ മേക്കേഴ്സ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ചൈനയുടെ ബന്ധപ്പെട്ട ലോബിയിസ്റ്റുകൾ ഇന്ത്യൻ ചാനലിൽ വന്ന് എന്തൊക്കെയോ പറയുന്നു. ഇതാണ് യാഥാർത്ഥ്യം. ചൈനയുടെ ഗെയിം ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. വല്ലാത്ത ഗെയിം കളിക്കും. തിരിച്ചിങ്ങോട്ട് വരാം. എന്തുകൊണ്ടാണ് ചൈനയിൽ നിന്ന് പോയി ചൈനയുടെ മിലിറ്ററി പരേഡൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് മോദി റിയാക്ട് ചെയ്തതിൻ്റെ കാര്യം എന്താ? ഈ ചൈനീസ് വെപ്പൺ കണ്ടിട്ട്. ചൈനീസ് വെപ്പൺ കണ്ടിട്ട് തരുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അയാൾ അഡ്വൈസ് ചെയ്യുന്നവർക്ക് ഇന്ത്യയുടെ ആൾക്ക്, അതായത് RSS ആണെങ്കിലും ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്ക് കൃത്യമായിട്ട് പിടികിട്ടി ഈ ചൈനീസ് വെപ്പൺ എല്ലാം ഉപയോഗിക്കാൻ പോകുന്ന ഇന്ത്യക്കെതിരെയാണ്. ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും രീതിയിൽ അമേരിക്കയുമായിട്ട് പറഞ്ഞ് ധാരണയിലാകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കാര്യം. ഇത് 2-3 മാസം കഴിഞ്ഞാൽ ഇന്ത്യ പോകും, സറണ്ടർ ചെയ്യും. ഞാൻ കൃത്യമായിട്ട് പറയാം. അല്ലെങ്കിൽ ഇന്ത്യക്ക് വേറെ വഴിയൊന്നുമില്ല. ഈ റഷ്യയുമായിട്ടുള്ള ക്രൂഡ് ബിസിനസ്സും ഇതൊക്കെ നിർത്തും.